ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നത്തേതും പോലെ ഗാർഡനിങ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ അല്ല. നമ്മൾ ആർട്ട് വർക്ക്സും കുറച്ച് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളായിരുന്ന ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പും അതുപോലെ തന്നെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളും നമ്മൾ ചെയ്യുന്ന രീതിയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും തീരുന്നത് വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ഈ കാണുന്നുള്ളതൊക്കെ ആ ഷോപ്പിലുള്ള ഓരോരോ ഭാഗങ്ങളാണ് കേട്ടോ. നല്ല ഒരു അടിപൊളി കണ്ണൂരിലുള്ള ബേക്കേഴ്സ് എന്ന് പറയുന്ന ഷോപ്പാണ് ഇത്. നമുക്ക് ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആക്കുമ്പോൾ വേണ്ടുന്ന ഫ്ലവേഴ്സും ബോക്സും അതുപോലെ തന്നെ അതിനാവശ്യമുള്ള നെറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്ത് വന്നാൽ തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ കണ്ണൂരിലുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബേക്കേഴ്സ് എന്ന് പറയുന്ന ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ആക്കുന്നവർക്കറിയാം ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ നല്ല ഒരു നമുക്ക് പറ്റുന്ന റേറ്റിന് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്. കസ്റ്റമർ നമ്മളോട് പറയുന്ന ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹാമ്പേഴ്സ് തയ്യാറാക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ ഓരോരോ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങണം. അപ്പോൾ നമ്മളതുപോലെ നമ്മൾ ഓരോ ട്രേയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. ഇവിടുന്ന് ആകുമ്പോൾ നമുക്ക് തന്നെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഓരോന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസും ഇവിടെ ഉണ്ട്. വലിയ റേറ്റൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഓണം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റിനെ കാണിക്കുന്നുള്ളത് നെറ്റ്സിൻ്റെ ഒരു ട്രേ ആണ്. അപ്പോൾ നെറ്റ്സിൻ്റെ 2 ട്രേ വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് സാധാരണ വുഡൻ്റെതും ഒന്ന് വേറൊരു ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നെറ്റ്സ് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ ഓരോന്നും നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ചിലത് ഭംഗി നോക്കിയിട്ട് അത് വേറെ രീതിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീടുള്ള ലാസ്റ്റ് വരുന്ന ഡെക്കറേഷനാണ് നമുക്ക് ഓരോ കളർ തീമും നോക്കിയിട്ട് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഇതും ഒരു ചോക്ലേറ്റ് ഹാമ്പറാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കളർഫുള്ളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ മേലിൽ ട്വിക്സ് വെക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ ക്യാൻവാസ് ബോർഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ അതവിടെ നിന്നോളും. അപ്പോൾ നല്ലൊരു കളർഫുള്ളായ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആ ഹാമ്പർ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ലെയറിലായിട്ട് വെക്കുന്ന ഒരു ചോക്ലേറ്റ് ഹാമ്പറാണ്. ഫസ്റ്റ് നമ്മൾ ഇതിന് അടിയിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ തന്നെ അങ്ങ് സെറ്റ് ചെയ്തതായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തെർമോക്കോളും അങ്ങനെ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും നമുക്ക് 1 ലെയർ മാത്രമായിട്ട് വെക്കുന്ന ചോക്ലേറ്റ് ഹാമ്പറാണ് കേട്ടോ. അതുകൊണ്ടാണ് 1 ലെയർ ആയിട്ട് തന്നെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിക്ക് തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡബിൾ സ്റ്റിക്കറൊക്കെ യൂസ് ചെയ്യുന്നുള്ളത്. അത് നമുക്ക് അവിടെ ഒട്ടിച്ച് നിർത്താം. അങ്ങനെ ഏകദേശം അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സ്നിക്കേഴ്സൊക്കെ ലാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു നട്ട്സിൻ്റെ ട്രേ ഇതാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ലുക്ക് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ചോക്ലേറ്റ് ഹാമ്പർ തന്നെ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ചോക്ലേറ്റ് ഹാമ്പറിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതുപോലത്തുള്ള മുട്ടായി ഫില്ല് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് നമ്മൾ കുറച്ച് നല്ല ചോക്ലേറ്റ്സ് വെക്കുന്നുണ്ട്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഗാലക്സിയും അതുപോലെ തന്നെ ടോബ്ലറോണും പിന്നെ ബൗണ്ടിയാണ്. അപ്പോൾ ഗാലക്സി കുറച്ച് നമ്മളിത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ല രീതിയിൽ തന്നെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറച്ച് ഉയരത്തിൽ കാണുന്ന വിധത്തിൽ നമുക്ക് വെച്ചാലാണ് ഹാമ്പേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളതുപോലെ നോക്കിയിട്ട് വെക്കുകയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള ഹാമ്പേഴ്സുകളെല്ലാം എല്ലാവരും പറയുന്ന ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഹാമ്പേഴ്സ് കൂട്ടാൻ പറയുന്നവർക്ക് കുറച്ച് ബഡ്ജറ്റ്, അതായത് ചിലവ് കൂടും. അല്ലാതെ സാധാരണ നോർമലായിട്ട് 4 ഹാമ്പേഴ്സ് 5 ഹാമ്പേഴ്സ് ഉള്ള വർക്ക്സൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചോക്ലേറ്റ്സ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാമ്പേഴ്സ് മാത്രമല്ല നമുക്ക് ബൊക്കെ ആക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെയും ബാഗ്, വാച്ച് അതുപോലത്തെ സാധനങ്ങളുടെ ഒക്കെ ഹാമ്പേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ബൊക്കെ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്യുന്നുള്ളത്. ബൊക്കെ നമുക്കറിയാം കുറച്ച് പണിയുള്ള ഇതാണ്. നമ്മളതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് വലിയ സൈസിലുള്ള ഫ്ലവേഴ്സ് തന്നെയാണ്. അപ്പോൾ ആ വൈറ്റും ഗ്രീനും ആയിരുന്നു തീം. ഡ്രസ്സിൻ്റെ കളർ വെച്ചിട്ടായിരുന്നു നമ്മൾ ഫ്ലവേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതുപോലെ ബൊക്കെ ആക്കുകയാണ് ഇവിടെ. ആ ഒരു ലൈറ്റ് ക്രീം കളറിനപ്പുറം നമ്മൾ ഈ വൈറ്റ് കളറിലുള്ള പേപ്പറും യൂസ് ചെയ്യുന്നുണ്ട്. 2 കടലാസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറിലാണ് ആക്കുന്നുള്ളത്. ഫസ്റ്റ് ഗോൾഡൻ കളർ വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിലായിട്ട് ഈ വൈറ്റ് കളറിലുള്ള പേപ്പർ വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ബൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഇത് വന്നിട്ടുള്ളത് ബാഗിൻ്റെ ഒരു ഹാമ്പറാണ്. അപ്പോൾ അതൊക്കെ ബാഗ് വെച്ച് നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് ചപ്പലിന് വേണ്ടിയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിൽ നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഇവിടെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇതാക്കുന്നവർക്ക് അറിയുണ്ടാവും. നമുക്ക് ഓരോന്ന് നോക്കി എടുക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാവും നമ്മുടെ സാധനങ്ങളൊക്കെ വലിച്ചിട്ടാലുള്ള അവസ്ഥ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഹാമ്പർ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനും ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഒട്ടിക്കാനുണ്ട് അത്ര. പിന്നെ നമുക്ക് ഒരു ചോക്ലേറ്റ് ഹാമ്പറും കൂടി ആക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ആണത്. അപ്പോൾ അത് ഹോം മെയ്ഡായിട്ട് തന്നെ നമ്മൾ ആക്കുന്ന ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കവറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബോ ഉണ്ടാക്കി അതിൽ ഗം ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. അതൊക്കെ ആയിരുന്നു പിന്നെയുള്ള പണി. അപ്പോൾ ആ ഹാമ്പർ കാണാൻ പ്രത്യേക ഒരു ക്യൂട്ടായിരുന്നു. അത് നമ്മളൊരു ഗ്രീൻ തീമിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ ഓരോന്നും അതിലൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഹാമ്പേഴ്സും ആക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇന്ന് രാത്രി ആക്കുന്ന വെച്ചാൽ നാളെ പകലായിരുന്നു അവർക്ക് കൊടുക്കേണ്ടി ഉള്ള സമയം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വീഡിയോയും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും മാക്സിമം എടുക്കാൻ പറ്റിയതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കി എന്തൊക്കെയാണ് ഹാമ്പേഴ്സ് എന്നുള്ളതൊക്കെ വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ ഒക്കെ ഹാമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജ്വല്ലറി അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഒട്ടിച്ച് തീർന്നിട്ടുണ്ട്. ഇത് തന്നെ ഒരു പണിയായിരുന്നു. അപ്പോൾ ടോട്ടലി മൊത്തത്തിൽ അത് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിലും നമ്മൾ മാക്സിമം ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കളർ തീമിൽ വരുന്ന ഫ്ലവേഴ്സ് തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പൊതുവേ ഉള്ളതിൽ വെച്ച് ഹാമ്പേഴ്സിൻ്റെ എണ്ണവും കുറച്ച് കൂടുതലായിരുന്നു ഇതിന്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ആക്കി വെച്ചതൊക്കെ ഇതുപോലെ നമ്മളിപ്പുറം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ചോക്ലേറ്റ്സും മധുരമൊക്കെ ആകുമ്പോൾ ഉറുമ്പും കാര്യങ്ങളൊക്കെ വരാതെയൊക്കെ നമുക്ക് നോക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉയരത്തിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാ ഹാമ്പേഴ്സും നല്ലൊരു ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നല്ല രീതിയിൽ തന്നെ കസ്റ്റമറിന് കൊടുക്കണം, അവരടുത്ത് നല്ല രീതിയിൽ തന്നെ എത്തണം എന്നുള്ളതൊക്കെ ആയിരുന്നു പിന്നത്തെ ചിന്ത. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാമ്പേഴ്സ് എല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹാമ്പേഴ്സൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതാ ലാസ്റ്റ് കാണിക്കുന്നുള്ള വീഡിയോ ആണ് കേട്ടോ, അവർക്കായിട്ട് നമ്മൾ ചെയ്തു കൊടുത്ത വീഡിയോ.
അപ്പോൾ അതിലെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.